ചൂട് വർദ്ധിക്കുന്നതിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കുക? ചൂട് വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട്, ചൂട് വല്ലാതെ വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂടിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരു വഴി ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. പിന്നെയോ, പിന്നെന്താ വഴി? പിന്നെയും ഒരുപാട് വഴികളുണ്ട്. സാധാരണ ആരോഗ്യരംഗത്തുള്ള വിദഗ്ധന്മാർ നമ്മളോട് പറയാറുള്ളത്, 8 മണിക്ക് ശേഷം വെളിയിലിറങ്ങി വെയിൽ കൊള്ളരുത്, 5 മണി വരെ. നല്ല ഉപദേശമാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. അവരുടെ ഉപദേശങ്ങളൊക്കെ പരമാവധി നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം, സ്വീകരിക്കണം. എല്ലാ നല്ല ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം. കുട്ടികളെ വല്ലാതെ വെയിലത്തിറക്കരുത്. അസ്ഥിരോഗം വർദ്ധിക്കുന്നതിൽ ചൂട് വലിയ കാരണമാണ്. ഓസ്റ്റിയോപൊറോസിസ്, എല്ലിങ്ങനെ വളഞ്ഞിട്ടേ കൊടയുടെ കമ്പി മാതിരി, കൊടയുടെ കമ്പിയില്ലേ തുറന്നാൽ, ഒരു കൊട തുറന്നാൽ കമ്പി നിൽക്കണ പോലെ, കമ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലെ കാല് വളഞ്ഞ്, കാല് പതുക്കെ ഇങ്ങനെ വളവ് വന്ന് പൊട്ടിപ്പോവുന്ന രോഗം. ഇപ്പൊ തേയ്മാനേ വന്നിട്ടുള്ളൂ, മുട്ട മടക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ. മാരകമായൊരു രോഗം പുതിയ സമൂഹത്തെ കാത്തു നിൽക്കുകയാണ്. എല്ലു നുരുമ്പിപ്പോവുന്ന രോഗം കാത്തു നിൽക്കുകയാണ് എൻ്റെ യുവാക്കളെ. 17-18 വയസ്സ് ജീവിതത്തെ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളെ കാത്തുകൊണ്ട് ഒരു മാരകമായ രോഗം പ്രത്യക്ഷമായിട്ടുണ്ട്. നിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അസ്ഥി നുരുമ്പിപ്പോവുക, എല്ലുകൾ നുരുമ്പിപ്പോവുക. മരിച്ച് ഖബറിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത്. മരിച്ച് ഖബറിൽ വെച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത്. പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ എല്ലുകൾ നുരുമ്പിപ്പോവുന്ന രോഗം, എല്ലുകൾ ക്ഷയിച്ചില്ലാണ്ടാവുന്ന രോഗം വരാൻ പോവുകയാണ്. രാത്രി നീ കിടന്നുറങ്ങുമ്പോ നിന്റെ പുറത്ത് നട്ടെല്ലുണ്ടായിരുന്നു. രാവിലെ സുബഹിക്ക് പള്ളി പോണെന്നുള്ള പൂതിയിൽ നീ ഉറക്കത്തിൽ നിന്നറിഞ്ഞുവെങ്കിലും നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നട്ടെല്ല് ഉണ്ടായിരുന്ന ഭാഗത്ത് ആ വസ്തു കാണൂല, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റൂല. നട്ടെല്ല് ദ്രവിക്കുന്ന രോഗം വരാൻ പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പോ ഇതൊക്കെ നിങ്ങൾ വേഗം വിശ്വസിക്കും. കാര്യം, എല്ലിനൊക്കെ രോഗം വരുമെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്, അസ്ഥികൾക്ക് രോഗം വരുമെന്ന് ബോധ്യമായിട്ടുണ്ട്. വില കൂടിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് എല്ല് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടുണ്ട്. വില കൂടിയ ആഭരണം ധരിച്ചു എന്നതിന്റെ പേരിൽ സെർവിക്കിൾ, അതായത് പെരടിയുടെ ഭാഗത്തെ അസ്ഥിക്ക് വേദന വരുന്നത് തടയാൻ പറ്റുന്ന ഒരൊറ്റ പെണ്ണുങ്ങളും ചിന്തിക്കണ്ട, നടക്കൂല. എന്നാൽ അസ്ഥി രോഗം ഈ ഉഷ്ണകാലത്ത് വർദ്ധിക്കും. ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം സത്യത്തിൽ എല്ലാ രോഗത്തിൻ്റെയും കാരണം. ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ്, ചൂട് ക്രമീകരിക്കുക എന്നതാണ് ആരോഗ്യ പരിപാലനം. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ചൂട് ക്രമീകരിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത്. മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ചും നമ്മളൊക്കെ മാംസഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. ഉഷ്ണകാലത്ത് മാംസം വേവിക്കുമ്പോൾ സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ചൂട് കാലത്ത് ഇറച്ചി വേവിക്കുമ്പോൾ വെള്ളരി പോലത്തെ വസ്തു അതിൽ ചേർക്കണം. ഇവിടെ വെള്ളരി എന്ന് പറയില്ലേ? എൻ്റെ സഹോദരിമാരാണ് പാചകം ചെയ്യുന്നത്. ഉഷ്ണകാലത്ത് മാംസം കഴിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. വെള്ളിയാഴ്ചയെങ്കിലും ഇറച്ചി കഴിക്കണം. അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. വെള്ളിയാഴ്ച ഇവിടെ ഇറച്ചി കഴിക്കലില്ലേ? വെള്ളിയാഴ്ച ഇപ്പൊഴിവ്.
ഇപ്പം എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് വലിയ പൂതിയൊന്നുമില്ല. മുമ്പൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇറച്ചിൻ്റെ ഒരു മണം കൂടി ഉണ്ടാവലുണ്ട്. മുമ്പ് പഴയ കാലത്തൊരു കഥ പറയുന്നത്, വെള്ളിയാഴ്ച എന്ന് പറയുമ്പം അതിനൊരു ഇറച്ചിയുടെ മണവും അത്തറിൻ്റെ മണവും രണ്ടാ മണം ഉണ്ടായാല്. മുമ്പത്തെ കഥയാണ്. ഇപ്പം ഇറച്ചിക്കും മണമില്ല, അത്തറിനും മണമില്ല. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എല്ലാവരും മാംസം കഴിക്കണം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നല്ല പോത്തിറച്ചി വേവിച്ച് കഴിക്കണം. പക്ഷേ 1-2 മാസം നിങ്ങളതിൽ ചുരങ്ങ പോലത്തെ വെള്ളരി പോലത്തെ വസ്തുക്കൾ ചേർത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക. അത്ര പറഞ്ഞാൽ പോരെ? നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ. കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക. മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഉണ്ടായിരുന്നു, ഇപ്പൊ സിയും ഡിയും ആയി. ഡി വന്നോന്നറിയില്ല, വരും. സി എന്തായാലും വന്നു. കരൾ ചീയൽ രോഗം മനുഷ്യ ശരീരത്തിലെ അത്ഭുതാവയവം. കരൾ. വല്ലാണ്ട് സ്നേഹം കൂടിയ കരളേന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാ? ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള്. അത്രയും ഇഷ്ടമുള്ള ആള്, അത്രയും പറ്റിയ ആളെ കരളേന്ന് വിളിക്കാവുന്നതിന്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിലെ ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള്. അതുകൊണ്ടാ നമ്മൾ ചില ആളിന്റെ കരളേന്ന് വിളിക്കണത്. ഇപ്പൊ കണ്ടവനൊക്കെ കരളേന്നാ വിളിക്കുക. അപ്പോ മാംസം കഴിക്കണം. പക്ഷെ എന്തു വേണം? അതിൽ വെള്ളരി പോലത്തെ അല്ലെങ്കിൽ ചുരങ്ങ പോലത്തെ വസ്തുക്കൾ ചേർത്ത് വേവിച്ച് കഴിക്കണം സഹോദരിമാര്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിപ്പാത്രത്തിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ആയിഷ ഉമ്മ പറഞ്ഞ കഥയാണിത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ചരിത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിയുടെ പാത്രത്തിൽ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ കറിയുടെ പാത്രത്തിലിട്ട് തപ്പി നോക്കും ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന്. കറിയിൽ നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടോ നോക്കണം. ഒരു പഴയ കാലത്ത് ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന് തപ്പി നോക്കാറുണ്ടായിരുന്നു. നാഡിഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള അമൂല്യമായ ഭക്ഷ്യവസ്തുവാണ് ചുരങ്ങ. ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും മാംസം വേവിച്ച് കഴിക്കുമ്പോഴും പ്രമേഹം പോലത്തെ രോഗമുള്ളവര്, നാഡീ തളർച്ച പോലത്തെ രോഗമുള്ളവര്, ഹൃദയ സംബന്ധമായ ക്ഷീണത്തിന്റെ രോഗമുള്ളവര് രാത്രി നേരത്ത് ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത്, നടുവിന്റെ ഭാഗത്ത്, അരക്കെട്ടിന്റെ ഭാഗത്ത് സ്ഥിരമായ രോഗമുള്ളവർ ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത് വലിയ ഗുണമുണ്ടാക്കും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ചുരങ്ങയുടെ വള്ളി കണ്ടാൽ, ചുരങ്ങ എന്ന് പറയണ കായ് പിടിക്കണ മരം കണ്ടാൽ ബഹുമാനത്തോടെ ആദരവോടെ ആ മരത്തിലേക്ക്, ആ ചെടിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു. എന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണല്ലോ ഇത്. എന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു തആല അൻഹു ചുരങ്ങയുടെ വള്ളിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ചൂട് കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം വസ്തുക്കൾ ചേർത്ത് ഭക്ഷിക്കുക.